ലോജിക് ബുള്ളറ്റിലേക്ക് സ്വാഗതം. പണമാണോ ജീവിതത്തിലെ ഏറ്റവും വലുതായിട്ടുള്ള വസ്തുത? വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു കൂട്ടർ പണം ചെലുത്താനാണെന്ന് പറയുമ്പോൾ മറ്റൊരു കൂട്ടർ പണം ദൈവമാണെന്ന് പറയുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലൊരു വലിയ ചൊല്ലുള്ളത്, പണത്തിനുമേൽ പരുന്തും പറക്കില്ല എന്ന്. ഈ സാഹചര്യത്തിൽ അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ മാത്യു കെല്ലിങ്സ്വർത്ത് നടത്തിയ ഒരു പഠനം ശ്രദ്ധ ആകർഷിക്കുന്നു. എന്താണ് ഈ പഠനത്തിൻ്റെ ഉള്ളടക്കം? നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് സന്തോഷവും കൂടുമെന്നാണ് ഈ പഠനം അഭിപ്രായപ്പെടുന്നത്. അമേരിക്കയിലെ 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ള 33,391 പേരുടെ ഇടയിൽ നടത്തിയ പഠനമാണ്. ഏതാണ്ട് $10,000 വാർഷിക വരുമാനമുള്ളവരെ മുതൽ മുകളിലോട്ടുള്ളവരെ പരിഗണിച്ചിട്ടാണ് പഠനം നടത്തിയത്. ജീവിതത്തിൽ 2 തരത്തിലുള്ള സന്തോഷം മനുഷ്യർ അനുഭവിക്കുന്നു. ഒന്ന്, ജീവിതത്തിൻ്റെ ഏതെങ്കിലും മുഹൂർത്തങ്ങളിൽ ലഭിക്കുന്ന ആഹ്ലാദം. മറ്റൊന്ന്, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ മൊത്തം ലഭിക്കുന്ന സംതൃപ്തി. ഇതിനെ ഇവാലുവേറ്റീവ് വെൽബീയിങ് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടിട്ട് ഇതിനെ സന്തോഷമെന്നോ ആഹ്ലാദമെന്നോ സുസ്ഥിതിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന 2010 ഒരു പഠനം, അത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി കേന്ദ്രീകൃതമായിട്ടുള്ള പഠനം സ്ഥിരീകരിച്ചിരുന്ന ഒരു നിഗമനം എന്താണെന്ന് പറഞ്ഞാൽ, ആളുകളുടെ വരുമാനം കൂടുമ്പോൾ അവരുടെ ഹാപ്പിനെസ്സും കൂടും. പക്ഷേ അവരുടെ വരുമാനം $75,000 എത്തിച്ചേരുമ്പോൾ, വാർഷിക വരുമാനം എത്തിച്ചേരുമ്പോൾ ആ സന്തോഷം ഒരു നിശ്ചലമാകുകയും പിന്നീട് എത്ര വരുമാനം വർദ്ധിച്ചാലും അത് നിശ്ചലമായിരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. കാര്യമായ വർധനവ് ഹാപ്പിനെസ്സിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ നിഗമനം. ഈ നിഗമനത്തെ പൊളിച്ചെഴുതുന്ന ഒന്നാണ് ഈ പുതിയ റിപ്പോർട്ട്. അതുകൊണ്ട് വലിയ ചർച്ചയായിരിക്കുകയാണ്. $75,000 പുറത്ത് വാർഷിക വരുമാനമുണ്ടെങ്കിലും സന്തോഷം ലഭിക്കുമെന്നാണ് ഇത് പറയുന്നത്. അതിസമ്പന്നർ, ഇടത്തരക്കാർ, കുറഞ്ഞ വരുമാനക്കാർ എന്നീ 3 തട്ടുകളായിട്ട് തരംതിരിച്ച് വിശകലനവും നടത്തുന്നുണ്ട്. എല്ലാവർക്കും തന്നെ അവരുടെ വരുമാനം കൂടുന്നതനുസരിച്ചിട്ട് അവരുടെ ഹാപ്പിനെസ് മെച്ചപ്പെടുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് അനുഭവിക്കുന്നത് അതിസമ്പന്നരാണ്. യഥാർത്ഥത്തിൽ മാത്യു കെല്ലിങ്സ്വർത്ത് ഒരു സങ്കല്പത്തിലാണ് ഈ സിദ്ധാന്തം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൊരു സങ്കല്പം എന്ന് പറയുന്നത്, നാട്ടിൽ 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന്, ഹാപ്പി ആയിട്ടുള്ള ആളുകളും അൺഹാപ്പി ആയിട്ടുള്ള ആളുകളും. ഈ ഹാപ്പി ആയിട്ടുള്ള ആളുകളാകട്ടെ മെജോറിറ്റിയും അൺഹാപ്പി ആയിട്ടുള്ളവർ മൈനോറിറ്റിയുമാണ്. ഈ മൈനോറിറ്റി ആയിട്ടുള്ള അൺഹാപ്പി ആളുകളുടെ ഇടയിൽ വരുമാനം കൂടുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം കൂടുകയും എന്നാൽ ഒരു പരിധിയിലെത്തുമ്പോൾ അത് പിന്നെ കൂടാതിരിക്കുകയും ചെയ്യും. ഇത് 2010 നിഗമനങ്ങളോട് ഏകദേശം യോജിക്കുന്ന ഒന്നാണ്. പക്ഷെ മൊത്തത്തിൽ അഭിപ്രായപ്പെടുന്നത്, വരുമാനം കൂടുന്നതനുസരിച്ച് പണം തന്നെയാണ് ഹാപ്പിനെസ്സിനെ നിശ്ചയിക്കുന്ന ഘടകം എന്ന രീതിയിലാണ് അത് പറയുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടുമായിട്ടൊന്ന് താരതമ്യം ചെയ്യേണ്ടതുണ്ട്. ഈ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ആളോഹരി വരുമാനമുള്ള രാജ്യം ലക്സംബർഗാണ്. എന്നാൽ ലക്സംബർഗിന്റെ ഹാപ്പിനെസ് റാങ്ക് 8ആണ്. അതിൻ്റെ താഴെ അയർലൻഡാണ്, ആളോഹരി വരുമാനത്തിൽ 2ാം സ്ഥാനം. എന്നാൽ അവരുടെ ഹാപ്പിനെസ് റാങ്ക് 17ആണ്. സ്വിറ്റ്സർലൻഡാണ് 3ാമതായിട്ട് നിൽക്കുന്നത്, അവരുടെ ഹാപ്പിനെസ് റാങ്ക് 9ആണ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും തന്നെ ആദ്യത്തെ 3 സ്ഥാനം ഹാപ്പിനെസ്സിൽ കിട്ടിയിട്ടില്ല. എന്നാൽ ഹാപ്പിനെസ് റാങ്ക് കൂടിയത് ആരൊക്കെയാണ്? ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്. ഈ
2023 ഈ പിന്നീട് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആ 1, 2, 3 രാജ്യം, അതായത് ഫിൻലാൻഡിന് ആളോഹരി വരുമാനത്തിൻ്റെ റാങ്ക് 16ആണ്, ഡെൻമാർക്കിന് 9ആണ്, ഐസ്ലൻഡിന് 7ആണ്. അപ്പോൾ ഇവ തമ്മിൽ കൃത്യമായിട്ട് വെളിവാക്കുന്ന ഒരു കാര്യം, നമ്മളോട് ഇത് തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന കാര്യം ഒരിക്കലും വരുമാനം അല്ലെങ്കിൽ പണം മാത്രമല്ല നമ്മളുടെ സന്തോഷത്തെ മെച്ചപ്പെടുത്തുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടിട്ട് ഏകദേശം അത് 2023 ഈ പുതിയ പഠനത്തിനോട് യോജിച്ചു പോകുന്നവയല്ല. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അവരുടെ പിന്നീട് ഹാപ്പിനെസ് മെഷർ ചെയ്തിരിക്കുന്നത് 6 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ആളോഹരി വരുമാനമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ജനറോസിറ്റി ഉണ്ട്, സോഷ്യൽ സപ്പോർട്ടുണ്ട്, അഴിമതി പരിഗണിച്ചിട്ടുണ്ട്, ആയുർദൈർഘ്യം പരിഗണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ശാസ്ത്രീയവുമാണ്, കുറച്ചുകൂടി നമ്മളുടെ യാഥാർത്ഥ്യവുമായി അടുത്തു നിൽക്കുന്നതാണ്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ടുള്ള പിന്നീട് അസമത്വമോ തൊഴിലില്ലായ്മയോ ഒന്നും ഇത് പരിഗണിച്ചിട്ടില്ല. കാരണം എല്ലാ രാജ്യങ്ങളിലും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ ഇല്ല എന്നത് തന്നെയാണ്. മാത്രമല്ല, ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ പലയിടത്തും കാണുന്ന ധാർമ്മികതയോ മൂല്യങ്ങളോ ഒന്നും തന്നെ ഇത് വേണ്ടുവണ്ണം പരിഗണിക്കുന്നില്ല. ഇന്നാകട്ടെ ആത്മീയത പോലും ഇതിനകത്ത് വരേണ്ടതുണ്ടോ എന്ന വാദമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ പലരുടെയും സന്തോഷത്തിന് വലിയൊരു കാര്യമാണ് ആത്മീയത എന്നതിൽ സംശയമില്ല. ഈ സാഹചര്യത്തിൽ 2021 ഒരു ഹാർവാർഡ് സ്റ്റഡി പരാമർശിക്കാതിരിക്കാൻ വയ്യ. ഏതാണ്ട് 85 വർഷം നീണ്ടുനിന്ന പഠനമാണ്. 724 പേരിൽ നിന്ന് ഓരോ 2 വർഷവും കൂടുമ്പോൾ ഇവരുടെ സാറ്റിസ്ഫാക്ഷനെ കുറിച്ച്, ജീവിതത്തെക്കുറിച്ചുള്ള സംതൃപ്തിയെക്കുറിച്ച് ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. ഏറ്റവും ഒടുവിലായപ്പോഴത് 17 പേര് മാത്രമായിട്ട് ചുരുങ്ങിയെങ്കിലും ആ വിവരങ്ങൾ ക്രോഡീകരിച്ചപ്പോൾ കിട്ടിയ ഒരു നിഗമനമെന്ന് പറയുന്നത് ആളുകളുടെ ഹാപ്പിനെസ് വർദ്ധിക്കുന്നത് അവരുടെ ബന്ധങ്ങൾ മൂലമാണെന്നാണ്. ശക്തമായ കുടുംബ ബന്ധങ്ങളുള്ളവരും ശക്തമായ സാമൂഹ്യ ബന്ധങ്ങളുള്ളവർക്കുമാണ് നല്ല സന്തോഷം ലഭിക്കുന്നു എന്ന നിഗമനമാണ് അത് മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് കുറച്ചുകൂടി യാഥാർത്ഥ്യബോധമുള്ള ഒരു നിഗമനമാണെന്നുള്ളതിൽ സംശയമില്ല. ഒരു വലിയ നിഗമനം ഈ പഠനം മുന്നോട്ട് വയ്ക്കുന്നത് ഏതാണ്ട് 50 വയസ്സിൽ നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവര് 80 വയസ്സിലും ആരോഗ്യപരമായി ജീവിക്കുന്നു എന്നതാണ്. അത്തരത്തിലൊന്നും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.